Hi, dear student. Now we are discussing applications of first law of specific heat. Here, take internal energy of system as the functions of thermodynamic variable pressure, volume and temperature. Any of two be treated as independent. Then internal energy U is equal to functions of volume and temperature. Then changing internal energy we can represent dou U by dou T V dt plus dou U by dou V T dV. Then we know that first law of thermodynamic ഒരു ഹീറ്റ് നമ്മൾ സിസ്റ്റത്തിലേക്ക് അപ്ലൈ ചെയ്താൽ എന്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കും? ഫസ്റ്റ് ദാസ് ചേഞ്ചിങ് ഇൻറ്റേർണൽ എനർജി ആൻഡ് വർക്ക് ഡൺ. ഇവിടെ വർക്ക് ഡൺ പി ഡി വി ആയിരിക്കും. അതായത് ഡി ക്യൂ ഈസ് ഈക്വൽ ടു ഡി യു പ്ലസ് പി ഡി വി. ദെൻ വി അപ്ലൈ ചേഞ്ചിങ് ഇൻറ്റേർണൽ എനർജി ദ എബോവ് ഇക്വേഷൻ. Then dq become dou u by dou t v dt plus dou u by dou v t dv plus work done, അതായത് p dv. Then dt taking left side. So എല്ലാടെ dt ഉണ്ടോ? അതുകൊണ്ട് എന്ത് ചെയ്യും? dt കൊണ്ട് എല്ലാടെ മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്യും, ഡിവൈഡ് ചെയ്യുകയും ചെയ്യും. ദെൻ എന്ത് കിട്ടും? ഡി ക്യൂ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ഡോ യു ബൈ ഡോ ടി വി പ്ലസ് ഡോ യു ബൈ ഡോ വി ടി ഇൻറ്റു ഡി വി ബൈ ഡി ടി പ്ലസ് പി ഡി വി ബൈ ഡി ടി. We know that dou u by dou t v is equal to cv. So dq by dt is equal to cv plus dv by dt we taken outside of the bracket. Then dou u by dou v t plus p. When gas heated at constant temperature, then dq by dt p is equal to cv plus dv by dt p bracket of dou u by dou v t plus p. Then we know that dq by dt p is equal to cp. So cp is equal to cv plus dv by dt p bracket of dou u by dou v t plus p. നമുക്കറിയാം കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ ഇൻറ്റേർണൽ എനർജിക്ക് ചേഞ്ച് ഉണ്ടാവുക. അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ദർ ഈസ് നോ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി. സോ ഡോ യു ബൈ ഡോ വി എന്തായി മാറും? സീറോയി മാറും. അറ്റ് പെർഫെക്റ്റ് ഗ്യാസ് പി വി is equal to എന്തായിരിക്കും? ആർ ടി. ദെൻ പി ഡി വി നമുക്ക് എങ്ങനെ എഴുതാം? ആർ ഡി ടി. നമ്മൾ ഇത് മുകളിലത്തെ ഇക്വേഷനിൽ കൊടുക്കുന്നു. അതായത് മുകളിലത്തെ ഇക്വേഷനിൽ എന്തൊക്കെ സീറോ ആണ്? ഡോ യു വൈ ഡോ വി ടി സീറോ അല്ലേ? ദെൻ എന്ത് ടേം ആണ് ബാക്കി ഉണ്ടാവുക? ഡി വി ടി പി ഇൻറ്റു പി. ദെൻ നമുക്ക് എങ്ങനെയാക്കി എഴുതാം അതിനെ? ആർ ഡി ടി ബൈ ഡി ടി എന്ന് എഴുതിക്കൂടെ? അതായത് ഡി വി ബൈ ഡി ടി എന്തായിരിക്കും? ഡി വി ബൈ ഡി ടി പി ബൈ ഡി ടി എന്തായിരിക്കും? ആർ ഡി ടി ബൈ ഡി ടി എന്ന് എഴുതിക്കൂടെ? അതുകൊണ്ട് അതേപോലെ എഴുതുകയാണെങ്കിൽ സി പി ഇസ് ഈക്വൽ ടു സി വി പ്ലസ് ആർ ഡി ടി ബൈ ഡി ടി. ദെൻ ഡി ടിയും മുകളിലത്തെ ഡി ടിയും അടിയിലത്തെ ഡി ടിയും ക്യാൻസലായി. ദെൻ സി പി ഇസ് ഈക്വൽ ടു സി വി പ്ലസ് ആർ. ദെൻ cv taking left side, then equation becomes cp minus cv is equal to r. This equation is called as Mayer equation. ഇതിനെ നമുക്ക് ചോദിക്കും വെച്ചാൽ the relation between cp and cv സോൾവ് ചെയ്യാൻ പറയും.
അങ്ങനെ ചോദിച്ചാലും ഇത് തന്നെയാണ് നമ്മൾ എഴുതേണ്ടത്. ഇവിടെ CP എന്തായിരിക്കും? CVനേക്കാൾ ഗ്രേറ്റർ ആയിരിക്കും. ഇനി നമുക്ക് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താണെന്ന് നോക്കാം. ഈ ലോ പറയുന്നത് വെച്ചാൽ ഹീറ്റിൻ്റെ ഫ്ലോൻ്റെ ഡയറക്ഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ലോ വർക്ക് ചെയ്യുന്നത്. ഈ ലോ യൂസ് ചെയ്യുന്നത് വെച്ചാൽ അണ്ടർസ്റ്റാൻഡ് ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് ഹീറ്റ് വെൻ ഹീറ്റ് കൺവേർട്ട് ടു വർക്ക്. അതായത് ഹീറ്റിൻ്റെ ഫ്ലോ എപ്പോഴും ഏത് ഡയറക്ഷനിലായിരിക്കും? കോൾഡർ ടു ഹോട്ടറിലേക്ക് ആയിരിക്കുമോ അല്ലെ ഹോട്ടർ ടു കോൾഡറിലേക്ക് ആയിരിക്കുമോ? അതായത് ഹീറ്റിൻ്റെ ഫ്ലോ എന്ന് വെച്ചാൽ ഹോട്ടറിന്ന് കോൾഡർ പാർട്ടിലേക്കായിരിക്കും ഹീറ്റിൻ്റെ ഫ്ലോ എല്ലായ്പ്പോഴും. അതായത് നമ്മൾ ഒരു ഹോട്ടർ ബോഡി ഒരു കോൾഡ് അറ്റ്മോസ്ഫിയറിൽ വെക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഹോട്ടർ ബോഡി ഹീറ്റ് ഫ്ലോ ചെയ്യും ഇതിലേക്ക് കോൾഡർ അറ്റ്മോസ്ഫിയറിൽ. ദെൻ കോൾഡർ അറ്റ്മോസ്ഫിയറിൻ്റെ ടെമ്പറേച്ചർ ഈക്വലാകുന്നത് വരെ എന്ത് ഫ്ലോ ചെയ്യും? ഹീറ്റ് ഫ്ലോ ചെയ്യും. പിന്നെ ഇത് ഇനിയിപ്പോൾ ഒരു ഫർദർ ചേഞ്ച് ചെയ്യണമെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടൊരു ഏജൻസി വേണം. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത് വെച്ചാൽ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് ഹീറ്റ് വെൻ ഇറ്റ് ഈസ് കൺവേർട്ടഡ് ടു വർക്ക്. ഡയറക്ഷൻ ഹീറ്റിൻ്റെ ഡയറക്ഷൻ തന്നെയാണിത്. ഹീറ്റിൻ്റെ ഡയറക്ഷൻ മനസ്സിലാക്കിയത് പറ്റും. അതായത് ഹീറ്റ് വർക്ക് ഡൺ ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഹീറ്റിൻ്റെ ഡയറക്ഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഒരു ഹോട്ട് ബോഡി ഒരു കോൾഡർ അറ്റ്മോസ്ഫിയറിൽ എടുത്താൽ ഫ്ലോ ഓഫ് ഹീറ്റ് എങ്ങനെയായിരിക്കും? ഹോട്ടർ ടു കോൾഡറിലേക്കായിരിക്കും. എപ്പം വരെ? ഈക്വൽ ടു കോൾഡ് അറ്റ്മോസ്ഫിയറിൻ്റെ ഈ ടെമ്പറേച്ചറിന് ഈക്വൽ ആകുന്നത് വരെ. ഇനി സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റാണ് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്. കെൽവിൻ സ്റ്റേറ്റ്മെൻറ്റ് പറയുക വെച്ചാൽ ഒരിക്കലും നമുക്ക് എന്ത് പറ്റൂല? ഹീറ്റിനെ പൂർണ്ണമായിട്ടും വർക്കായിട്ട് അല്ലെങ്കിൽ 100% ആയിട്ട് വർക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റൂല എന്നാണ് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. ഒരിക്കലും എന്ത് പറ്റില്ലെന്ന്? ഹീറ്റിനെ നമുക്ക് പൂർണ്ണമായിട്ടും വർക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല എന്നാണ് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത സ്റ്റേറ്റ്മെൻറ്റായ ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണെന്ന് നോക്കാം. ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് വെച്ചാൽ ഒരിക്കലും ഹീറ്റ് നമുക്ക് കോൾഡർ ടു ഹോട്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. അതായത് ഒരു എക്സ്റ്റേണൽ ഏജൻസി ഇല്ലാതെ നമുക്ക് കോൾഡർ ടു ഹോട്ടർ ബോഡിയിലേക്ക് നമുക്ക് ഹീറ്റിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല എന്നാണ് ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. ഇനി നമുക്ക് അപ്ലിക്കേഷൻസ് ഓഫ് സെക്കൻഡ് ലോ എന്താണെന്ന് നോക്കാം. അതായത് ഫസ്റ്റ് ലോൻ്റെ അപ്ലിക്കേഷൻ പോലെ തന്നെ സെക്കൻഡ് ലോനും അപ്ലിക്കേഷൻസ് ഉണ്ട്. ഫസ്റ്റ് ഒരു അപ്ലിക്കേഷനാണ് ഹീറ്റ് എൻജിൻ. പിന്നെ നെക്സ്റ്റ് ഒരു അപ്ലിക്കേഷനാണ് കാർനോട്ട് എൻജിൻ. നമുക്ക് ഫസ്റ്റ് അപ്ലിക്കേഷനായ ഹീറ്റ് എൻജിൻ എന്താണെന്ന് നോക്കാം. ഹീറ്റ് എൻജിൻ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഒരു ഹീറ്റ് എൻജിൻ വെച്ചാൽ ഒരു മെക്കാനിക്കൽ ഡിവൈസാണ്. കൺവേർട്ട് ഹീറ്റ് എനർജി ഇൻ ടു മെക്കാനിക്കൽ എനർജി. ഇതിൽ ഒരു 3 പാർട്ടുണ്ട്. അതായത് ഹീറ്റ് എൻജിനിൽ ഒരു 3 പാർട്ടുണ്ട്. ഫസ്റ്റ് വണ്ണാണ് സോഴ്സ്, സെക്കൻഡ് വണ്ണാണ് സിങ്ക്, ദെൻ തേർഡ് വണ്ണാണ് വർക്കിംഗ് സബ്സ്റ്റൻസ്. സോഴ്സിൻ്റെ ഫങ്ഷൻ എന്ന് വെച്ചാൽ എല്ലായ്പ്പോഴും സോഴ്സ് എന്ന് വെച്ചാൽ ഹൈ ടെമ്പറേച്ചറിലായിരിക്കും. അതായത് ഇറ്റ് മെയിൻറ്റെയിൻ കോൺസ്റ്റൻറ്റ് ഹൈ ടെമ്പറേച്ചർ. ദെൻ നെക്സ്റ്റ് ആണ് സിങ്ക്. സിങ്ക് എന്ന് വെച്ചാൽ
വെരി ലോ ടെമ്പറേച്ചർ ആയിരിക്കും സിങ്കിൽ. അതായത് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ അറ്റ് ലോ ടെമ്പറേച്ചർ. ദെൻ വർക്കിംഗ് സബ്സ്റ്റൻസ്, ദ തേർഡ് വൺ ആണ് വർക്കിംഗ് സബ്സ്റ്റൻസ്. ദ വർക്കിംഗ് സബ്സ്റ്റൻസ് ഈസ് യൂസ്ഡ് ഫോർ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ഫ്രം സോഴ്സ് ടു സിങ്ക്. ഈ ഫിഗർ കാണിക്കുന്നത് വെച്ചാൽ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ഹീറ്റ് എൻജിനാണ്. അതായത് സോഴ്സ് ഉണ്ട്, പിന്നെ വർക്കിംഗ് സബ്സ്റ്റൻസ് ഉണ്ട്, സിങ്ക് ഉണ്ട്, പിന്നെ ഹീറ്റായ Q1 Q2. ഇനി നമുക്ക് ഇതിൻ്റെ എഫിഷ്യൻസി എന്താണെന്ന് നോക്കാം. ഇവിടെ ഫിഗറിൽ കാണിച്ച പോലെ Q1 എന്താണ്? Q1 ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് അബ്സോർബ്ഡ് ഫ്രം ദ സോഴ്സ്. പിന്നെ W എന്താണ്? W ഈസ് എക്സ്റ്റേണൽ വർക്ക് ബൈ ദ എൻജിൻ, അല്ലെങ്കിൽ എഫേർട്ട് എന്നും പറയാം. പിന്നെ Q2 എന്താണ്? റിമൈനിങ് ഹീറ്റ് ഗിവൻ ഔട്ട് ഓഫ് നമ്മൾ വർക്ക് ചെയ്ത് ലൈറ്റ് എൻജിന് എന്തും ചെയ്തു, ഹീറ്റ് കൊടുത്തപ്പോൾ വർക്ക് ചെയ്ത്. ദെൻ Q2 എന്താണ്? റിമൈനിങ് ഹീറ്റ് ഗിവൺ ഔട്ട് ടു ദ സിങ്ക്, സിങ്കിലേക്ക് കൊടുക്കുന്ന ഹീറ്റാണ്. നമുക്ക് ഇക്വേഷനിൽ നമുക്ക് ഇതിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? വർക്ക് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ഫസ്റ്റ് നൽകുന്ന ഹീറ്റ്, സോഴ്സ് നൽകുന്ന ഹീറ്റാണ് Q1. ദെൻ എൻജിന് വർക്ക് ചെയ്തതിന് ശേഷം വരുന്ന റിമൈനിങ് എന്തായിരിക്കും? Q2. ദെൻ വർക്ക് ഈസ് ഈക്വൽ ടു Q1 മൈനസ് Q2. ഇനി നമുക്ക് എഫിഷ്യൻസി എന്താ നോക്കാം. ദ ഫ്രാക്ഷൻ ഓഫ് വർക്ക് ഡൺ ഫ്രം ദ ഹീറ്റ് അബ്സോർബ്ഡ് ഇൻ ടേംസ് ഓഫ് എഫിഷ്യൻസി ഓഫ് ഹീറ്റ് എൻജിൻ. അതായത് എഫിഷ്യൻസി വെച്ചാൽ വർക്ക് ബൈ Q1 എന്നെഴുതി കൂടെ. വർക്ക് എന്താണ്? Q1 മൈനസ് Q2. ദെൻ എഫിഷ്യൻസി നമുക്ക് എങ്ങനെ എഴുതാം? വർക്ക് ബൈ Q1, ദാറ്റ് ഈസ് ഈക്വൽ ടു Q1 മൈനസ് Q2 ബൈ Q1. ദെൻ നമുക്ക് എങ്ങനെ എഴുതാം? 1 മൈനസ് Q2 ബൈ Q1. Okay, thank you for all. Today's session is over.